അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ്, മർഹബൻ ബിക്കും ഇലാ ഖനാത്തി. പ്രിയ കുട്ടികളെ, 8ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചു വന്നത്. ഇസ്മുദ്ദർസ്. പാഠത്തിന്റെ പേര് അൽ ഹിമ്മത്തു വൽ അസീമ. ഹിമ്മത്ത് മനക്കരുത്തും, വൽ അസീമ നിശ്ചയദാർഢ്യവും എന്ന പാഠഭാഗമാണ് പഠിച്ചത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഒരു ചെറുകഥയാണ് നമ്മൾ പഠിച്ചു വന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ 42. നഖ്റഉ നമുക്ക് വായിക്കാം, വനഫ്ഹമു നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ത്വലബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. മിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു. അൻ യസ്കുന താമസിക്കാൻ, മഅ സഅദ് ബിൻ റബീഇ റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ റബീഅയോടൊപ്പം താമസിക്കാൻ വേണ്ടിയിട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് നബി ആവശ്യപ്പെട്ടു. അടുത്ത സെന്റൻസ് നോക്കൂ. ഖാല ഫീ നഫ്സിഹി, അദ്ദേഹം സ്വയം മനസ്സിൽ പറയുകയാണ്. ലൻ യസ്കുത, ഒരിക്കലും വീഴുകയില്ല. അൽ മുജിദ്ദു, പരിശ്രമശാലി ഒരിക്കലും പരാജയപ്പെടുകയില്ല. അടുത്ത സെന്റൻസ് തജവ്വല, ചുറ്റിക്കറങ്ങി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഫിസ്സൂഖി, മാർക്കറ്റിൽ. കൈ വേണ്ടി, യഅരിഫ അറിയാൻ വേണ്ടി, മാ യഹ്താജു ആവശ്യമായ ഒന്ന്, ഇലൈഹി അദ്ദേഹത്തിലേക്ക്, അന്നാസു ജനങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്നും ആവശ്യമായത് എന്താണ് എന്നറിയാൻ വേണ്ടി മാർക്കറ്റിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ചുറ്റിക്കറങ്ങി. ഈ സെന്റൻസുകളിലെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡ് കളറിലുള്ള ഹർഫുകൾ കാണാം. അൻ, ലൻ, കൈ. ഈ ഹർഫുകളെല്ലാം തന്നെ വന്നു കഴിഞ്ഞാൽ മുളാരി ആയ ഫിഅലുകൾക്ക് നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. അതിനുശേഷം വന്ന മുളാരി ആയ ഫിഅലുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ലെറ്ററിനെ, ഹർഫിനെ നസ്ബ് ചെയ്തതായിട്ട് കാണാം. അതായത് യുൻസബുൽ ഫിഅലുൽ മുളാരിഉ, മുളാരി ആയ ഫിഅലിനെ നസ്ബ് ചെയ്യപ്പെടും. മത്താ സബഖഹു, മത്താ എപ്പോഴാണ്, സബഖഹു അതിന് മുൻകടന്നാൽ. അഹദുൻ നവാസിബി, നസ്ബ് ചെയ്യപ്പെടുന്നവയിൽ ഒന്ന്. അൽ അർബഅത്തി, 4 നിന്നും ഏതെങ്കിലും ഒന്ന് മുളാരി ആയ ഫിഅലിന്റെ മുൻപ് വന്നു കഴിഞ്ഞാൽ മുളാരി ആയ ഫിഅലുകൾക്ക് നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. വഹിയ, അവയാണ് ഏതൊക്കെ? അൻ, ലൻ, ഇദൻ, കൈ. അൻ, ലൻ, ഇദൻ, കൈ. അൻ എന്ന് പറഞ്ഞാൽ ആൻ എന്ന അർത്ഥത്തിലാണ് വരിക. അൻ യസ്കുന, താമസിക്കാൻ. ലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലുമില്ല. ലൻ യസ്കുത, ഒരിക്കലും വീഴുകയില്ല. കൈ എന്ന് പറഞ്ഞാൽ വേണ്ടി എന്ന അർത്ഥത്തിലാണ്. കൈ യഅരിഫ, അറിയാൻ വേണ്ടി. ഇദൻ എന്നുകൂടിയുണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. അടുത്തത് നോക്കൂ. നഖ്റഉ നമുക്ക് വായിക്കാം. അൽ ഖിസ്വത കഥ, വനസ്തഖ്രിജു നമുക്ക് പുറത്തെടുക്കുകയും ചെയ്യാം. മിൻഹ അതിൽ നിന്നും, അൽ ഫിഅലൽ മുളാരിഅ മുളാരി ആയ ഫിഅലിനെ, അൽ മൻസൂബ നസ്ബ് ചെയ്യപ്പെട്ടതായ, മഅ നാസിബിഹി നസ്ബ് ചെയ്യപ്പെടുന്ന ഹർഫുകളോടൊപ്പം നസ്ബ് ചെയ്യപ്പെട്ട ഫിഅല് അതിൽ നിന്നും നമുക്ക് പുറത്തെടുക്കണം. കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ ഉള്ളതുപോലെ. നോക്കൂ, ഇവിടെ ഒരു കഥ കൊടുത്തിട്ടുണ്ട്. ആസാറുൽ ഒളബി, ആസാർ അടയാളങ്ങൾ, ഒളബി കോപത്തിന്റെ അടയാളങ്ങൾ എന്നാണ് അതിന്റെ പേര്. നമുക്ക് വായിച്ചു നോക്കാം. കാന ഹുനാക, അവിടെ ഉണ്ടായിരുന്നു. തിഫ്ലുൻ ഒരു കുട്ടി, സരീഉ സ്പീഡുള്ള, വേഗത്തിൽ, ഒളബ് കോപം വരുന്ന, പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്ന
ഒരു കുട്ടിയുണ്ടായിരുന്നു. ഫഖററ അപ്പോൾ തീരുമാനിച്ചു അബൂഹു അവന്റെ ഉപ്പ അൻ യുസാഇദഹു അവനെ സഹായിക്കാൻ, കൈ വേണ്ടി, യംലിക ഉടമപ്പെടുത്താൻ, പിടിച്ചു നിർത്തുവാൻ വേണ്ടി, നഫ്സഹു അവന്റെ മനസ്സിനെ, ഇൻദൽ ഒളബി കോപത്തിന്റെ സമയത്ത്. ഫഅസമ അപ്പോൾ തീരുമാനിച്ചു അൽ അബു ഉപ്പ അൻ യജ്മഅ ഒരുമിച്ചു കൂട്ടാൻ, ലഹു അവന് വേണ്ടിയിട്ട്, മസാമിറ ആണികളും, വശാകൂശാം ചുറ്റികയും, അനാദ വിളിച്ചു പറയുകയും ചെയ്തു, അലൈഹി അവനോട്, ഖായിലൻ പറയുന്നതായി തീർന്നു, ഐക നിന്റെ മേൽ നിർബന്ധമാണ്, അൻ തദുക അടിക്കുന്നതാവൽ, മിസ്മാറൻ ആണി, ഫീ ലൗഹിൻ ഒരു പലകയിലെ, ഖശബിയ്യൻ മരത്തിന്റെ പലകയിലെ ആണി അടിക്കൽ നിന്റെ മേൽ നിർബന്ധമാണ്. ഫതഅജ്ജബ അപ്പോൾ അത്ഭുതപ്പെട്ടു അത്തിഫ്ലു ആ കുട്ടി, മിൻ ഹാദൽ കലാമി ഈ സംസാരത്തിൽ നിന്നും. ഈ സംസാരം കേട്ടിട്ട് കുട്ടിക്ക് അത്ഭുതം തോന്നി. വബദഅ അവൻ ആരംഭിക്കുകയും ചെയ്തു, യഅമലു ജോലി ചെയ്യുന്നത് തുടങ്ങി, കമാ നസഅഹു അവനെ ഉപദേശിച്ചതുപോലെ, അബൂഹു അവന്റെ ഉപ്പ. വഫിൽ യൗമിൽ അവ്വലി ആദ്യത്തെ ദിവസത്തിൽ അവൻ എന്ത് ചെയ്തു, ദക്ക അടിച്ചു, അശറത്ത 10 മസാമീറ ആണികള്, വജഅലൽ അദദു എണ്ണം ആയിത്തീർന്നു, കില്ലു കുറഞ്ഞു വരുന്നു, യൗമൻ ഫയൗമ ദിനേന കുറഞ്ഞു വന്നു, ഹത്ത വരെ ലം യദുക്ക അടിക്കാത്തതായി തീർന്നു, വലൗ മിസ്മാറൻ ആണിയാവുകയാണെങ്കിൽ, വാഹിദൻ ഒന്ന്, ഫിയൗമിൻ ഒരു ദിവസത്തിൽ ഒരു ആണിയാണെങ്കിൽ പോലും അവൻ അടിക്കാത്തതായി തീർന്നു. വഫരിഹത്തിഫ്ലു കുട്ടി സന്തോഷിക്കുകയും ചെയ്തു, വഅബ്ലഅ അറിയിക്കുകയും ചെയ്തു, അബാഹു അവന്റെ ഉപ്പയോട് ആണി അടിക്കുന്നില്ല എന്ന വിവരം അവനും അടുത്തു. അവന് ആണി അടിക്കലൊക്കെ നിർത്തി. എന്നിട്ട് അവൻ അറിയിക്കുകയും ചെയ്തു അബാഹു അവന്റെ ഉപ്പയോട് ആ കാര്യം. ഫഅമറഹു അപ്പോൾ അവനോട് കൽപ്പിച്ചു, ഉപ്പ കൽപ്പിക്കുകയാണ്, അൻ യഖ്ലഅ പറിച്ചെടുക്കാൻ, അൽ മസാമീറ ആണികളെ, കുല്ലഹ അവ മുഴുവനും പറിച്ചെടുക്കാൻ വേണ്ടി ഉപ്പ കൽപ്പിച്ചു. അടിച്ച ആണികള് പലകയിൽ നിന്നും എല്ലാം പറിച്ചെടുക്കാൻ ഉപ്പ കൽപ്പിച്ചു. വലമ്മ അതമ്മ പൂർത്തീകരിച്ചപ്പോൾ, അൽ ഖൽഅ പറിച്ചെടുക്കൽ പൂർത്തീകരിച്ചപ്പോൾ, കാലലഹു അവനോട് പറഞ്ഞു, അബൂഹു അവന്റെ ഉപ്പ പറയുകയാണ്, ഉൻദുർ നീ നോക്ക്, ഇലല്ലൗഹി ആ പലകയിലേക്ക്, അൽ ഖശബിയ്യി മരത്തിന്റെ ആ പലകയിലേക്ക് നീയൊന്ന് നോക്കൂ, തജിദ് നിനക്ക് കാണാം, ഫീഹി അതില്, ആസാറ അടയാളങ്ങള്, അൽ മസാമീരി ആണികളുടെ അടയാളങ്ങൾ നിനക്ക് കാണാം, ബാക്കിയത്തൻ അവശേഷിച്ചതായിട്ട്. ഫതദക്കർ അപ്പോൾ നീ ഓർക്കണം, യാ ബുനയ്യ എന്റെ പൊന്നുമകനെ നീ ഓർക്കേണ്ടത്, അന്നഹു നിശ്ചയം അത്, ലൻ യത്റുക ബാക്കിയാവുകയില്ല, ഒരിക്കലും തന്നെ ബാക്കിയാവുകയില്ല, അൽ ഒളബു കോപം ബാക്കിയാവുകയില്ല, ഇല്ല ആയിട്ടല്ലാതെ, ആസാറൻ അടയാളങ്ങള്, സയ്യിഅത്തൻ മോശമായിട്ടുള്ള അടയാളങ്ങൾ ആയിട്ടല്ലാതെ, ഫി ഖുലൂബിൽ ആഖരീൻ ഖുലൂബ് ഹൃദയങ്ങളിൽ, ആഖരീൻ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ, ദേഷ്യം ചീത്ത അടയാളമല്ലാതെ മറ്റുള്ളവരുടെ മനസ്സിൽ അവശേഷിപ്പിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ആണിയടിച്ചപ്പോൾ ഉണ്ടായ അടയാളങ്ങൾ, അത് മാഞ്ഞു പോകാത്തതുപോലെ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നീ കാണിക്കുന്ന കോപങ്ങൾ, ദേഷ്യപ്പെടലൊക്കെ എപ്പോഴും അവശേഷിക്കും. അതുകൊണ്ട് തന്നെ ആ സ്വഭാവം ഒഴിവാക്കണം എന്ന് ഉപ്പ ഒരു ഉദാഹരണത്തിലൂടെ മകനെ പഠിപ്പിച്ചു. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, നസ്ബ് ചെയ്യപ്പെടുന്ന ഹർഫുകളായിട്ടുള്ള അൻ, ലൻ, കൈ ഇവ
ഈ പാരഗ്രാഫിൽ നിന്നും നിങ്ങൾ കണ്ടെത്തണം. അതുപോലെ തന്നെ അവയോടുകൂടി വരുന്ന മുളാരി ആയ ഫിഅലുകളും കണ്ടെത്തണം. മസലൻ ഉദാഹരണമായിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കൂ. അൻ യുസാഇദ സഹായിക്കുവാൻ. അൻ വന്നത് കാരണം യുസാഇദു എന്ന മുളാരി ആയ ഫിഅല് യുസാഇദ ലാസ്റ്റ് ലെറ്ററിനെ നസ്ബ് ചെയ്തതായിട്ട് കാണാം. അതുപോലെ ഈ പാരഗ്രാഫിൽ പിന്നെ ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കൂ. കൈ യംലിക ഉടമപ്പെടുത്താൻ വേണ്ടി. അതുപോലെ അൻ തദുക്ക അടിക്കുവാൻ. അടുത്തത് അൻ യഹ്ലഅ പറിച്ചെടുക്കാൻ. ലൻ യത്റുക. അതുപോലെ നിങ്ങള് വേറെയും ധാരാളം നസ്ബ് ചെയ്യപ്പെട്ട മുളാരിയായ ഫിഅലുകള് നിങ്ങൾ വേറെയും കണ്ടെത്തി എഴുതുക. നമുക്ക് പേജ് നമ്പർ 43 എന്താണെന്ന് നോക്കാം. നുലാഹിലു നമുക്ക് നിരീക്ഷിക്കാം. അത്തറാഖീബ വാചകഘടനയെ നമുക്ക് പഠിക്കാം. നോക്കൂ, 5 തരം വാചകഘടനകൾ കൊടുത്തിട്ടുണ്ട്, ഫ്രേസുകള്. ഇഷ്തഹറബി എന്ന് പറഞ്ഞാൽ പ്രസിദ്ധനായി. ഇഷ്തഹറബി പ്രസിദ്ധനായി. തൊലബമിൻ ആവശ്യപ്പെട്ടു. ദല്ല അല അറിയിച്ചു കൊടുത്തു, കാണിച്ചു കൊടുത്തു. വസ്വല ഇല എത്തിച്ചേർന്നു. കാമബി എന്ന് പറഞ്ഞാൽ നിർവഹിച്ചു. ഇഷ്തഹറബി പ്രസിദ്ധനായി. തൊലബമിൻ ആവശ്യപ്പെട്ടു. ദല്ല അല അറിയിച്ചു കൊടുത്തു. വസ്വല ഇല എത്തിച്ചേർന്നു. കാമബി നിർവഹിച്ചു. നോക്കൂ, അർത്ഥം നോക്കാം. ഇഷ്തഹറ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇഷ്തഹറബി പ്രസിദ്ധനായി. സർവതിഹി അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊണ്ട്. തൊലബമിൻ എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടു. തൊലബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. മിൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ആവശ്യപ്പെട്ടു. അൻ യസ്കുന താമസിക്കാൻ. മഅ സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം. അടുത്തത് ദല്ല അല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയിച്ചു കൊടുത്തു. ദല്ല സഅദ് ഇബ്നു റബീഅ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അലസ്സൂഖി. ദല്ല അല അറിയിച്ചു കൊടുത്തു. സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ അറിയിച്ചു കൊടുത്തു മാർക്കറ്റിനെ കുറിച്ച്. മാർക്കറ്റ് എവിടെയാണ് എന്ന വിവരം അറിയിച്ചു കൊടുത്തു. വസ്വല ഇല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തിച്ചേർന്നു. വസ്വല അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. വസ്വല ഇല എത്തിച്ചേർന്നു. അൽ ഹദഫ ലക്ഷ്യത്തിലേക്ക്. കാമബി എന്ന് പറഞ്ഞാൽ നിർവഹിച്ചു. കാമ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നിർവഹിച്ചു, ചെയ്തു. ബിഷിറാഇ വാങ്ങൽ. അൽ ഹിബാലി കയറുകൾ. ഹബിലിന്റെ ജമ്മാണ് ഹിബാല്, കയറുകൾ. അതുപോലെ നിങ്ങൾക്ക് പ്രവർത്തനമായിട്ട് വരുന്നത് നോക്കൂ, താഴെ കൊടുത്തത്. നഖ്റഉ നമുക്ക് വായിക്കാം. വനുക്മിലു നമുക്ക് ഫില്ല് ചെയ്യുകയും ചെയ്യാം. ഇവിടെ ആ ഫ്രൈസുകള് വാചകഘടന യോജിച്ച സ്ഥലത്ത് ചേർത്ത് കൊടുക്കണം. നോക്കൂ, തൊലബ ഷാക്കിറുൻ. ഷാക്കിർ ആവശ്യപ്പെട്ടു. ഡാഷ് മുഅല്ലിമിഹി അവന്റെ അധ്യാപകനിൽ നിന്നും. അൽ ബയാന ഒരു വിവരണം. തൊലബയുടെ കൂടെ ഏതാണ് ചേരുക? തൊലബമിൻ ആവശ്യപ്പെട്ടു. ഫ്രൈസ് ഏതാണ്? തൊലബമിൻ എന്നാണ് വരിക. മിൻ എന്നവിടെ ചേർത്ത് കൊടുക്കുക. അൻ താരീഖി ചരിത്രത്തെ കുറിച്ച്. സഖാഫത്തി സംസ്കാരത്തിന്റെ, സാംസ്കാരിക ചരിത്രത്തെ കുറിച്ച്. അൽ ഇൻസാനി മനുഷ്യന്റെ സാംസ്കാരിക ചരിത്രത്തെ കുറിച്ചുള്ള ഒരു വിവരണം അധ്യാപകനിൽ നിന്നും ഷാക്കിർ ആവശ്യപ്പെട്ടു, അന്വേഷിച്ചു. തൊലബമിൻ ആവശ്യപ്പെടുക, അന്വേഷിക്കുക. ഫദല്ല അപ്പോൾ അറിയിച്ചു. അൽ മുദരിസു ടീച്ചർ, അധ്യാപകൻ അറിയിച്ചു. ഡാഷ് താരീഖി ബാഗ്ദാദ് ബാഗ്ദാദിന്റെ താരീഖ് ചരിത്രം. ദല്ലയുടെ കൂടെ അലയാണ് ചേരുക. ദല്ല അല അറിയിച്ചു കൊടുത്തു. ഹിയ അത് മഹ്ദു സഖാഫത്തി സംസ്കാരത്തിന്റെ തൊട്ടിലാണ്. അത് ബാഗ്ദാദ്
ബഗ്ദാദിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഹിയ അത് മഹ്ദുസ് സഖാഫത്തി സംസ്കാരത്തിന്റെ തൊട്ടിലാണ്. വകാല അദ്ദേഹം പറയുകയും ചെയ്തു, അൽ ആൻ ഇപ്പോൾ, ഖദ് വസൽന നമ്മൾ എത്തിച്ചേർന്നു, ഡേഷ് മുസ്തവൻ നിലവാരത്തിലാണ്, ലെവലിലാണ്, ആലിൻ ഉയർന്ന ഉന്നതമായിട്ടുള്ള, ഫിൽ ഹയാത്തി ജീവിതത്തിൽ, സഖാഫിയൻ സാംസ്കാരികപരമായിട്ടും, വത്തിക്നോളജിയ ടെക്നോളജിക്കൽ പരമായിട്ടും സാംസ്കാരികപരമായിട്ടും ജീവിതത്തിന്റെ ഉയർന്ന നിലവാരത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. ഇവിടെ വസൽന ഇല എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വസല ഇല. അടുത്തത് നെഹ്നു നമ്മൾ, നെകൂമു നമ്മൾ നിലകൊള്ളുന്നു, ഡേഷ് ഹവായിജിന നമ്മുടെ ആവശ്യങ്ങളുമായിട്ട്, ബിമുസാഅദത്തി തിക്നിയത്തി ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയുള്ള ആവശ്യങ്ങളുമായിട്ട് നമ്മൾ നിലകൊള്ളുന്നു. നെകൂമു ബി എന്നാണ് വരിക. ബി എന്ന് അവിടെ ചേർത്ത് കൊടുക്കണം. വലിത ഇക്കാരണം കൊണ്ട് തന്നെ, ഇഷ്തഹറ പ്രസിദ്ധമായി തീർന്നു, അസറുന നമ്മുടെ കാലഘട്ടം, ഡേഷ് ഹസരിത്തിക്നിയ ടെക്നോളജിക്കൽ കാലമായിക്കൊണ്ട്. ഇഷ്തഹറ വന്നത് കൊണ്ട് തന്നെ അവിടെ ബി എന്ന് ചേർത്ത് കൊടുക്കുക. ഇഷ്തഹറ ബി പ്രസിദ്ധമായി തീർന്നു. അത് നോക്കൂ, നുറാജിഉ നമുക്ക് മടങ്ങാം, അന്നസ്വ ടെസ്റ്റിലേക്ക്, വനുറത്തിബു നമുക്ക് ക്രമത്തിൽ എഴുതുകയും ചെയ്യാം. ഇത് നമ്മുടെ 3ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ വന്ന സെന്റൻസുകളാണ്. അത് ഡിസോർഡറിലാണ് കൊടുത്തിരിക്കുന്നത്, അതിനെ ഓർഡർ ആക്കാനാണ്. നമുക്ക് ഇവയുടെ അർത്ഥം നോക്കാം. സക്കന താമസിച്ചു, ഫി ബൈത്തി സഅദ് ബിൻ റബീഇ റളിയല്ലാഹു അൻഹു ഫിൽ മദീനത്തിൽ മുനവ്വറ. സക്കന അദ്ദേഹം താമസിച്ചു, ഫി ബൈത്തി വീട്ടിലാണ്, സഅദ് ബിൻ റബീഇ റളിയല്ലാഹു അൻഹു വിന്റെ വീട്ടിലാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു താമസിച്ചത്. ഫിൽ മദീനത്തിൽ മുനവ്വറ മദീനയിലുള്ള സഅദ് ബിൻ റബീഅയുടെ വീട്ടിലാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു താമസിച്ചത്. കാമബി ബിശിറാഇൽ ഹിബാലി കയറുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാമബി നിലകൊണ്ടു. വ സിനാഅത്തി നിർമ്മാണവും, ഇകാലി കയറിന്റെ, അൽ ബഈരി ഒട്ടകത്തിന്റെ കയറിന്റെ നിർമ്മാണവുമായിട്ടും, വബൈഇഹി അതിന്റെ വിൽപ്പനയുമായിട്ടും അദ്ദേഹം നിലകൊണ്ടു. തൂഫിയ സന 33 ഹിജ്റ 33 അദ്ദേഹം മരണപ്പെട്ടത്. ഉലിദ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ജനിച്ചു. ബഅദ ആമിൽ ഫീൽ ആമുൽ ഫീൽ വർഷത്തിനു ശേഷമാണ്. ഹാജറ ഹിജ്റ പോയി, മിൻ മക്കത്തൽ മുക്കറമി ഇലൽ മദീനത്തിൽ മുനവ്വറ മക്കയിൽ നിന്നും മദീനയിലേക്ക് അദ്ദേഹം ഹിജ്റ പോയി. ഇവിടെ ഓർഡർ ആയിട്ട് സെന്റൻസ് എഴുതണം. ഡിസോർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ ഓർഡർ ആക്കി എഴുതാമെന്ന് നോക്കൂ. ഫസ്റ്റ് വരേണ്ടത് ഉലിദ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ബഅദ ആമിൽ ഫീൽ. ആമുൽ ഫീലിന് ശേഷം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ജനിച്ചത്. രണ്ടാമതായിട്ട് വരേണ്ടത് ഹാജറ മിൻ മക്കത്തൽ മുക്കറമത്തി ഇലൽ മദീനത്തിൽ മുനവ്വറ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അദ്ദേഹം ഹിജ്റ പോയി. മൂന്നാമതായിട്ട് വരേണ്ടത് സക്കന അദ്ദേഹം താമസിച്ചു, ഫി ബൈത്തി സഅദ് ബിൻ റബീഇ റളിയല്ലാഹു അൻഹു ഫിൽ മദീനത്തിൽ മുനവ്വറ സഅദ് ബിൻ റബീഇ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് അദ്ദേഹം താമസിച്ചത്. നാലാമതായിട്ട് വരേണ്ടത് കാമ ബിശിറാഇൽ ഹിബാലി വസിനാഅത്തി ഇകാലിൽ ബഈരി വബൈഇഹിം അദ്ദേഹം കയറുകൾ വാങ്ങിക്കൊണ്ടും ഒട്ടകത്തിന്റെ കയറുകളുടെ നിർമ്മാണവും വിൽപ്പനയുമായിട്ട് അദ്ദേഹം നിലകൊണ്ടു. അഞ്ചാമതായിട്ട് വരേണ്ടത് തൂഫിയ സന സലാസും വസലാസീന ഹിജ്രിയ ഹിജ്റ 33 അദ്ദേഹം മരണപ്പെട്ടത്. ഇതോടുകൂടി 3ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ അവസാനിച്ചു. ഇന്ന് നമ്മൾ പഠിച്ചത് മുലാരി ആയ ഫിഅലുകൾക്ക് നസ്ബ് ചെയ്യുന്ന അദാത്ത് അല്ലൻ ഇദൻ കൈ എന്ന ഹർഫുകൾ വന്നു കഴിഞ്ഞാൽ മുലാരി ആയ ഫിഅലുകൾക്ക് നസ്ബ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു.
അതുപോലെ തന്നെ തറാക്കീബുകളായിട്ടുള്ള ഇഷ്തഹറബി, തൊലബമിൻ, ദല്ല അല, വസ്വലയില, കാമബി ഇവ കൊണ്ടുള്ള സെന്റൻസ് ഉണ്ടാക്കാനും പഠിച്ചോ. അർത്ഥങ്ങൾ മനസ്സിലാക്കി. ഇവ രണ്ടും എക്സാമിന് പ്രത്യേകം വരുന്നതാണ്. വേറെയും ഉദാഹരണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇതിൽ അറിയാത്ത വേർഡുകൾ നിങ്ങൾ അർത്ഥസഹിതം പഠിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബാക്കി അസ്സഫുൽ ഖാദിം മഅസ്സലാമ. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.